ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രികയും സിദ്ധാർത്ഥും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥ് മദ്യപിച്ച് വന്നിരിക്കുകയാണല്ലോ. ആ സമയത്ത് അവൻ പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സിന് പോലും ഇപ്പോൾ എന്നെ വിശ്വാസമില്ല, പക്ഷേ മഹേഷ് അവൻ എന്നെ അത്രയധികം വിശ്വസിക്കുന്നുണ്ട് ചന്ദ്രിക. അത് കേട്ടപ്പോൾ അവൾ ആകെ ഷോക്കായിട്ട് നിൽക്കുവാണ്. മഹേഷ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തീർത്ത് പറയുകയാണ്. സിദ്ധു അത്രയധികം പറയുന്നത് കേൾക്കുന്തോറും ചന്ദ്രയ്ക്ക് ഇങ്ങനെ ടെൻഷനായിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ എൻ്റെ മേലുള്ള വിശ്വാസം പോലും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾക്ക് എന്നോടില്ല. സിദ്ധു മദ്യലഹരിയിലാണ് സംസാരിക്കുന്നതെങ്കിലും ചന്ദ്രയ്ക്ക് അത് വല്ലാത്ത ഷോക്കായിരുന്നു. അവൾ ചോദിക്കുന്നുണ്ട്, എന്താ സർ പറയുന്നത്? മഹേഷിനെ നിങ്ങൾ എപ്പോഴാണ് കണ്ടത്? ഇപ്പോഴാണ് ചന്ദ്രിക, അവനാണ് എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയത്. സിദ്ധു പറയുന്ന ഓരോ കാര്യങ്ങളും ചന്ദ്രികയെ വല്ലാതെ ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മേഘ പറയുന്നത് മുഴുവൻ കള്ളമാണെന്നും അവളൊരു ഫ്രോഡാണെന്നും അവൾ പറയുന്നതൊന്നും ആരും വിശ്വസിക്കില്ല എന്നൊക്കെ മഹേഷ് എന്നോട് പറഞ്ഞു. ചന്ദ്രിക ഇങ്ങനെ എന്താ പറയണ്ടേന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക, മഹേഷ് നല്ലവനായി മാറിക്കഴിഞ്ഞു, പക്ഷെ ഈ മേഘയാണ്, അവൾ ഒരു കാലത്തും നന്നാവാൻ ഉദ്ദേശിക്കുന്നേയില്ല. മഹേഷ് ഒരിക്കലും മാറിയിട്ടില്ല, അവനെക്കൊണ്ട് മാറാനും സാധിക്കില്ല. അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ മറ്റെന്തോ ഗൂഢലക്ഷ്യമുണ്ട്. അത് മനസ്സിലാക്കാതെ നിങ്ങൾ അയാൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ലേ പ്ലീസ് സർ. അയ്യോ, നീ ഒന്നും മിണ്ടാതെ നിൽക്ക് ചന്ദ്രിക. നിനക്ക് ഇപ്പോഴും നല്ലവരാരാണെന്നും മോശം ആരാണെന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മേഘ നല്ലവളാണെന്നും പറഞ്ഞിട്ട് നീ അവളോട് ഒരുപാട് സിമ്പതി കാണിച്ചു. എന്നിട്ട് ഇപ്പം നോക്ക്, അവൾ നിന്റെ ജീവിതം തന്നെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്നാ മഹേഷ് നീ പറയുന്നത് പോലെ മോശക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ചന്ദ്രിക. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. ചന്ദ്രിക അപ്പോഴും വീണ്ടും സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അയാൾ അങ്ങനെ ചിന്തിക്കുകയില്ല. അങ്ങനെ അയാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും കാരണം കാണും. നീ ഒന്ന് പോ ചന്ദ്രിക, നിനക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല. സിദ്ധു അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിന്നോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നിനക്ക് മഹേഷ് നല്ലവനാണെന്ന് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല. നീ വേണമെങ്കിൽ അവനെ വിശ്വസിക്കണ്ട, പക്ഷേ ഞാൻ അവനെ വിശ്വസിക്കും, അത്ര തന്നെ. സിദ്ധാർത്ഥ് അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ചന്ദ്രികയ്ക്ക് ആകെ ടെൻഷനാവുകയാണ്. അവളിങ്ങനെ സിദ്ധാർത്ഥിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, എന്തൊക്കെയാ സാറി പറയുന്നത് എന്നൊരർത്ഥത്തിൽ. അപ്പോൾ സിദ്ധു പറയാണ്, ശരി ചന്ദ്രിക, സമയം ഒരുപാട് വൈകി, എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. എന്നിട്ട് ചന്ദ്രികയുടെ അടുത്ത് വന്ന് ശബ്ദം താഴ്ത്തി പറയാണ്, ചന്ദ്രിക, ഞാൻ കുടിച്ച കാര്യം വീട്ടിൽ മറ്റാരോടും പറയരുത് കേട്ടോ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ്. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ സിദ്ധു പറഞ്ഞ ആ ഒരു കാര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അവൻ മഹേഷിനെ വിശ്വസിക്കുന്ന ആ ഒരു കാര്യത്തിൽ. സിദ്ധു സർ, ദയവ് ചെയ്ത് മഹേഷിനെ വിശ്വസിക്കല്ലേ സർ. ചന്ദ്രിക മനസ്സിൽ അത് തന്നെ പറയുവാണ്. അയാൾ ഈ പ്രശ്നത്തെ അവസരമാക്കി നമ്മളെ രണ്ടുപേരെയും തമ്മിൽ വേർപിരിക്കും. അതിനുവേണ്ടി അയാൾ എന്തെങ്കിലുമൊക്കെ കളിച്ചു കൂട്ടും. പ്ലീസ് സർ, നിങ്ങൾ അത്രയേറെ അയാളെ വിശ്വസിക്കല്ലേ സർ എന്നൊക്കെ അവളിങ്ങനെ മനസ്സിൽ കരഞ്ഞുകൊണ്ട് ചിന്തിക്കുകയാണ്. മഹേഷിൻ്റെ കള്ളത്തരം എങ്ങനെയാണ് സിദ്ധു സാറിന് മനസ്സിലാക്കി കൊടുക്കുകയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക ഇങ്ങനെ വിതുമ്പി കരയുവാണ്. മേഘ റോഡിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മഹേഷ് ഓട്ടോയിൽ അങ്ങോട്ടേക്ക് വരുന്നത്. മേഘയെ കണ്ടപ്പോൾ അവൻ ഓട്ടോ നിർത്തിയിട്ട് മേഘയെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. എന്താ മേഘ, ഗർഭിണിയായിരിക്കുമ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നത് ശരിയാണോ? വാ, വന്ന് ഓട്ടോയിൽ കയറി, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. മേഘയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ശത്രുവിനെ കൂടെ ഞാൻ മാപ്പ് കൊടുക്കും, പക്ഷെ നിന്നെപ്പോലെ വിശ്വാസവഞ്ചകന് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. നീ എനിക്ക് ഒരുപാട് ചതികൾ ചെയ്തിട്ടുണ്ട്. ശരി, എങ്കിൽ അങ്ങനെയാണെങ്കിൽ നീ വരണ്ട. പക്ഷേ അഭിനന്ദനങ്ങൾ മേഘ, നീ സിദ്ധാർത്ഥിനെയല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്? അതെ, ഞാൻ സിദ്ധുവിനെ തന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇനി എന്നോട് അനാവശ്യമായിട്ട് സംസാരിക്കാനൊന്നും വരണ്ട. പോയി നിന്റെ ജോലി നോക്ക്. മേഘ ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ മഹേഷ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, സിദ്ധുവിനെ നീ വിവാഹം ചെയ്താ ചന്ദ്രിക എനിക്കുള്ളത് തന്നെയാണ്. ഞാൻ ചന്ദ്രിക എനിക്ക് കിട്ടില്ലെന്നാണ് കരുതിയത്, പക്ഷേ നീ കാരണം ചന്ദ്രിക എനിക്ക് തന്നെ വീണ്ടും കിട്ടാൻ പോവാണ്. കുഴപ്പമില്ല. ചന്ദ്രികയെ എനിക്ക് കിട്ടാൻ വേണ്ടി സിദ്ധാർത്ഥിനെ കൊല്ലേണ്ടി വരുമെന്നൊക്കെയാണ് ഞാൻ കരുതിയത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതേസമയം ചന്ദ്രികയുടെ വീട്ടിലാണെങ്കിൽ അവരുടെ ഒരു കല്യാണ സംബന്ധമായിട്ടുള്ളൊരു ചടങ്ങ് നടക്കുവാണ്. അതിനുവേണ്ടി പൂജാരി വന്നിട്ടുണ്ട്. അയാൾ ചെയ്യാനുള്ള മന്ത്രങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ചന്ദ്രികയും സിദ്ധാർത്ഥിനെയും, അതായത് കല്യാണച്ചക്കനെയും പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്. അപ്പോൾ ചെക്കൻ്റെ ഭാഗത്ത് നിന്ന് മുത്തശ്ശനും അതുപോലെ ജാനകിയും ആരതിയാണ് ഉണ്ടായിരുന്നത്. പെണ്ണിൻ്റെ ഭാഗത്താണെങ്കിൽ മഹേന്ദ്രനെയും ലക്ഷ്മിയാണ് ഇരിക്കുന്നത്. അപ്പോൾ പൂജാവിധികളൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ജാനകി ആരതിയോട് പോയിട്ട് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് വരാൻ പറയാണ്. പക്ഷേ ലക്ഷ്മി പറയുന്നുണ്ട്, ചന്ദ്രികയെ ഞാൻ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി എഴുന്നേറ്റിട്ട് പോകുന്നുണ്ട്.
ആരതിയാണ് പോയിട്ട് സിദ്ധുവിനെ കൂട്ടിക്കൊണ്ട് വരുന്നത്. സിദ്ധു പുഞ്ചിരിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് അവനോട് ഇരുന്ന സമയത്ത് പൂജാരി ഓരോരോ കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോഴേക്കും ലക്ഷ്മി ചന്ദ്രികയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ചന്ദ്രികയും നല്ല സന്തോഷവതിയാണ്. അവൾ വന്ന സമയത്ത് പൂജാരി സഭയ്ക്ക് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ പറയാണ്. ചന്ദ്രിക എല്ലാവർക്കും നമസ്കാരം പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പൂജാരി പറഞ്ഞ ഓരോരോ കർമ്മങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം രണ്ടുപേരുടെയും ജാതകത്തിന് ചോദിക്കുന്നുണ്ട്. അവിടെ മുന്നിലുള്ള കവറിലുണ്ടെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം അതെടുത്ത് വായിച്ചു നോക്കുവാണ്. പൂജാരി അത് വായിക്കാൻ തുടങ്ങിയതിന് ശേഷം അയാളുടെ മുഖമൊക്കെ മാറുന്ന കണ്ടപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ സ്വാമി, രണ്ടുപേരുടെയും ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ പൂജാരി പറയുവാണ്, പയ്യൻ്റെ ജാതകത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള സമയമായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് പ്രകാരം അമ്പാളിന് പെണ്ണും ചെക്കനും കല്യാണം കഴിയുന്നത് വരെ പോയിട്ട് അഭിഷേകം ചെയ്യുകയാണെങ്കിൽ ദോഷം തീരും. കൃത്യമായിട്ട് തന്നെയാണ് പൂജാരി പറഞ്ഞിരിക്കുന്നതെന്ന് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം മേഘയുടെ ഒരു ഇഷ്യൂവിലാണ് ഇപ്പോൾ സിദ്ധു നിൽക്കുന്നത്. അതിനുശേഷം പ്രശ്നത്തിന് പരിഹാരമൊക്കെ പറഞ്ഞതിന് ശേഷം പൂജാരി വീണ്ടും മന്ത്രപ്രക്രിയകളൊക്കെ ചെയ്തു തുടങ്ങുകയാണ്. പിന്നീട് ഒരു കാപ്പ് കെട്ടുക എന്ന് പറയുന്നൊരു ചടങ്ങാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കയ്യിലൊരു ചരട് കെട്ടുന്ന പോലത്തെ ഒരു ചടങ്ങാണ്. പൂജാരി ചരടെടുത്തിട്ട് സിദ്ധാർത്ഥിൻ്റെ കൈകളിൽ കെട്ടിക്കൊടുക്കുകയാണ്. അതിനുശേഷം എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് ആ ചരടിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചന്ദനമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പെണ്ണിനുള്ള ചരട് കെട്ടിക്കൊടുക്കാനാണ്. അതിന് ലക്ഷ്മി അദ്ദേഹം വിളിച്ചു വരുത്തുകയാണ്. ലക്ഷ്മി വന്നിട്ട് ചന്ദ്രികയുടെ കൈകളിൽ സിദ്ധുവിന് അദ്ദേഹം കെട്ടിക്കൊടുത്തതുപോലെ തന്നെ ആ ചരട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. കുങ്കുമം തൊട്ടിട്ട് ആ ഒരു ചരടിൻ്റെ മുകളിലാക്കി കൊടുക്കാൻ വേണ്ടി ലക്ഷ്മിയുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. അതുപ്രകാരം ആ ഒരു ചടങ്ങ് കഴിഞ്ഞു. ശേഷം കയ്യിലുണ്ടായിരുന്ന താലത്തിൽ നിന്നും പൂവ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറയുകയാണ്. പിന്നീട് രണ്ടുപേരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും അവർക്ക് നേരെ ആ പൂവ് ഉതിർത്തിട്ട് മംഗള ആശംസിക്കുകയാണ്. ആ ഒരു ചടങ്ങ് കഴിഞ്ഞപ്പോൾ പൂജാരി പറഞ്ഞു കൊടുക്കുകയാണ്, പെണ്ണിനും ചെക്കനുമുള്ള കാപ്പ് കെട്ടിക്കഴിഞ്ഞു. ഇനി കല്യാണം കഴിയുന്നത് വരെ വിദേശ രാജ്യങ്ങളിലേക്കൊന്നും പോവരുത്. അങ്ങനെ പോവേണ്ട ആവശ്യം വരികയാണെങ്കിൽ തന്നെ മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് രാത്രി തങ്ങാൻ പാടില്ല. പിന്നീട് കല്യാണം കഴിയുന്നത് വരെ അവർ ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് രണ്ടുപേർക്കും ചെയ്യാനും അതുപോലെ വീട്ടുകാർക്കും കൂടിയായിട്ട് പറഞ്ഞു കൊടുക്കുവാണ്. കല്യാണം കഴിയുന്നത് വരെ മാംസം പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അമ്പാളിന് രാവിലെയും വൈകുന്നേരവും പോയിട്ട് നിത്യപൂജ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ അമ്പാളിന് അഭിഷേകം ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പങ്ങളും തടസ്സങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ കല്യാണം നടക്കും. സ്വാമി, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം, മുത്തശ്ശനാണ് പറയുന്നത്. ശരി, എങ്കിൽ വലിയ വലിയ ആളുകളുടെ നിന്നൊക്കെ അനുഗ്രഹം വാങ്ങിച്ചോളൂ. സിദ്ധുവും ചന്ദ്രികയും എല്ലാവർക്കും മുന്നിൽ തൊഴുത് നമസ്കരിക്കുകയാണ്. എല്ലാവരും അവരെ രണ്ടുപേരെയും ചേർന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. സിദ്ധു, ചന്ദ്രിക, ഗുരുക്കൾ പറഞ്ഞതുപോലെ എല്ലാ പരിഹാരവും കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം ഒരു തടസ്സവും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നടക്കണം. അപ്പോൾ ജാനകി ഏട്ടനോട് പറയാണ്, ഏട്ടാ, ചന്ദ്രികയ്ക്ക് ചെയ്യാനുള്ള കടമകളൊക്കെ ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഞാൻ അവൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാനത് ചെയ്തോട്ടെ? ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ചന്ദ്രിക നിൻ്റെ മരുമകളാണ്. നിനക്ക് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ശരി ആരതി, നീ പോയിട്ട് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ആരതി വേഗം തന്നെ പോയിട്ടൊരു താലത്തിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മഹേന്ദ്രൻ ലക്ഷ്മിയോട് ശബ്ദം താഴ്ത്തി പറയുകയാണ്, അവൾക്ക് എന്തൊക്കെയാണോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് അതൊക്കെ അവൾ ചെയ്തോട്ടെ. ആദ്യം തന്നെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പട്ടുസാരിയുടെ കവറാണ് കാണിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും. ചന്ദ്രികയ്ക്ക് വേണ്ടിയിട്ട് തെങ്കാശിയിൽ നിന്നുണ്ടാക്കിയ ഒരു സാരിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. ചന്ദ്രികയോട് സാരി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടമായി അമ്മായി എന്നവൾ പറഞ്ഞപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ചന്ദ്രികയ്ക്കുള്ള താലിയും അതുപോലെ ഓരോരോ ആഭരണങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഓരോന്നും 10 പവനും 2 പവനും അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ചന്ദ്രിക തന്നെ അതിശയിച്ച് നിൽക്കുകയാണ്. ചന്ദ്രികയും സിദ്ധുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. സിദ്ധുവിന് തന്നെ അതിശയാവുകയാണ്, ഇതൊക്കെ എങ്ങനെ അമ്മ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് മഹേന്ദ്രൻ ലക്ഷ്മിക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഇന്നാ നോക്കുമെന്ന് പറഞ്ഞിട്ട്. ഒരുപാട് നന്നായിട്ടുണ്ട്. നിന്റെ മരുമകൾക്ക് വേണ്ടിയിട്ട് നീ നോക്കി നോക്കി വാങ്ങിച്ചതാണല്ലോ. ചന്ദ്രിക, എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് മോളെ. ഇന്നാ അമ്മായി തരുന്നതാണ്, ഇത് മോള് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പോയിട്ട് അത് വാങ്ങിക്കുന്നുണ്ട്. അത് വാങ്ങിച്ചിട്ട് ചന്ദ്രിക പറയുന്നുണ്ട്, അമ്മായി, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ചെറിയ മുക്കുത്തി വാങ്ങിച്ചാൽ പോലും എനിക്കത് ഒത്തിരി സന്തോഷമാണ്. ചന്ദ്രിക, അമ്മായിയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിക്കേ, ലക്ഷ്മി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന തട്ട് ലക്ഷ്മിക്ക് കൊടുത്തുകൊണ്ട് ചന്ദ്രിക അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ജാനകിയും പറയുന്നുണ്ട്, നന്നായി വരട്ടെ മോളെ. അപ്പോഴാണ് മഹേന്ദ്രൻ ജാനകിയോട് ചോദിക്കുന്നത്, ജാനകി, നിന്റെ കഴുത്തിലുണ്ടായിരുന്ന ചെയിൻ എവിടെ? കാരണം ജാനകി കഴുത്തിലൊരു മഞ്ഞച്ചരടാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ചോദ്യം കേട്ടപ്പോഴേക്കും ജാനകി പതറി നിൽക്കുകയാണ്. അല്പസമയം പതറിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അത് 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 മേശയിലുണ്ട് ഏട്ടാ. അത് കേട്ട സമയത്ത് രണ്ടുപേരും മഹേന്ദ്രൻ ലക്ഷ്മി പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. മഹേന്ദ്രൻ വീണ്ടും എണ്ണി ചോദിക്കുകയാണ്, ശരി, അങ്ങനെയാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണവളയോ? അതും മേശയിലാണ് ഏട്ടാ ഉള്ളത്.
അപ്പം ലക്ഷ്മിയാണ് ചോദിക്കുന്നത്, ജാനകി അങ്ങനെയാണെങ്കിൽ നിന്റെ കഴുത്തിലുണ്ടായിരുന്ന താലിച്ചരട് എവിടെ? വെറും മഞ്ഞച്ചരടാണല്ലോ കെട്ടിയിരിക്കുന്നത്. ആ ആ, അതും മേശയിൽ തന്നെയുണ്ട് എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഒരു പന്തികേട് തോന്നുന്നതാണ്. സിദ്ധുവും ചന്ദ്രികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്, മഹേന്ദ്രൻ ലക്ഷ്മിയും. അതിനുശേഷം മഹേന്ദ്രൻ പറയുന്നുണ്ട്, ജാനകി ഞാൻ നിന്നെ കുട്ടിക്കാലം തൊട്ടേ വളർത്തിക്കൊണ്ട് വന്നതാണ്. നിന്റെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടല്ലേ നീ ഇപ്പോൾ ഈ ചടങ്ങ് നടത്തിയത്? ഏയ് അങ്ങനെയൊന്നുമില്ല ഏട്ടാ, എൻ്റെ മരുമകൾക്കുള്ള ചടങ്ങുകളൊക്കെ ഞാൻ തന്നെ നടത്തണ്ടേ, അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട. ജാനകി ഒരു വിഷമത്തുള്ള സംസാരമാണ് സംസാരിച്ചത്. അപ്പോൾ അത് കേട്ടതും ചന്ദ്രികയും സിദ്ധാർത്ഥവും ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജാനകി അവരുടെ സ്വർണം വെച്ചിട്ടാണ് ചന്ദ്രികയ്ക്കുള്ള സ്വർണം വാങ്ങിച്ചതെന്ന്. അതുപോലെ മുത്തശ്ശനാണെങ്കിലും ആരതിയാണെങ്കിലും ഒക്കെ വിഷമത്തോടെയാണ് നിൽക്കുന്നത്. ജാനകി ഒരു സ്വർണം പോലും ഇടാതെയാണ് ഉള്ളത്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാ ജാനകി, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരില്ലായിരുന്നോ? നിനക്ക് ആവശ്യം അത്രയും പണം ഞാൻ തരില്ലായിരുന്നോ? എന്നോട് പറഞ്ഞൂടായിരുന്നോ എന്നൊക്കെ മഹേന്ദ്രൻ സങ്കടത്തോടെ ചോദിക്കുകയാണ്. ഇപ്പോൾ അതിനു മാത്രം ഒരു വിഷമവും ഇല്ല ഏട്ടാ. ഏട്ടൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഞാൻ ചന്ദ്രികയ്ക്ക് ചെയ്യേണ്ട കടമകൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിലെൻ്റെ മനസ്സിലൊരു തൃപ്തി ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വർണം വിറ്റ് ചന്ദ്രികയ്ക്കുള്ള കടമകൾ ചെയ്തത്. ജാനകി പറയുന്നത് കേട്ടപ്പോൾ എല്ലാവർക്കും സങ്കടമാവുകയാണ്. പക്ഷേ ചന്ദ്രികയാണെങ്കിൽ കരയുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ സിദ്ധുവിന് വിഷമാവുന്നുണ്ട്. അപ്പോൾ ജാനകി പറയാണ്, ഇപ്പോഴാണ് ഏട്ടാ എൻ്റെ മനസ്സിന് സന്തോഷമായത്. എല്ലാവരും ജാനകിയുടെ ആ ഒരു കാര്യം ചെയ്തു തോർത്തിട്ട് അഭിമാനത്തോടെ നിന്നപ്പോൾ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അമ്മായി നിങ്ങൾ ഇത്ര അധികം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇന്ന് ഈ ദിവസമാണ് എനിക്ക് മനസ്സിലായത്. എല്ലാവരും സങ്കടത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ശബ്ദം താഴ്ത്തിയിട്ട് മഹേന്ദ്രൻ ലക്ഷ്മിയോട് എന്തൊക്കെയോ പറയുകയാണ്. ലക്ഷ്മി വേഗം അകത്തേക്ക് പോകുന്നുണ്ട്. ലക്ഷ്മി കയ്യിലൊരു കവറുമായിട്ടാണ് വന്നത്. അത് മഹേന്ദ്രൻ ഏൽപ്പിച്ച സമയത്ത് മഹേന്ദ്രൻ അത് വാങ്ങിയിട്ട് ജാനകിക്ക് കൊടുക്കുകയാണ്. എന്താ ഏട്ടാ ഇത്? നീ തന്നെ തുറന്നു നോക്ക്. ജാനകി അത് തുറന്നു നോക്കുന്ന സമയത്ത് അവരുടെ സ്വർണ്ണാഭരണങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. അവർ അതിശയിച്ചു പോവാണ്. അത് കണ്ടപ്പോൾ തന്നെ ചന്ദ്രികയ്ക്ക് നല്ല സന്തോഷം വന്നിട്ടുണ്ടായിരുന്നു. ജാനകി ഓരോന്നോരോന്ന് എടുത്തു നോക്കുന്ന സമയത്ത് മഹേന്ദ്രൻ പറയുന്നുണ്ട്, എന്താ ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നത്? അതൊക്കെ നിന്റെ സ്വർണം തന്നെയാണ്. സിദ്ധാർത്ഥിനും ആരതിക്കൊക്കെ അതിശയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, നീ ആ സ്വർണം വിൽക്കാൻ വേണ്ടി ജ്വല്ലറിയിലേക്ക് പോയ ഉടനെ തന്നെ ജ്വല്ലറിക്കാരൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അയാളോട് അത് എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നീട് പോയിട്ട് ഞാൻ പണം കൊടുത്ത് അത് വാങ്ങിയിട്ട് വന്നതാണ്. പക്ഷേ ജാനകി കരഞ്ഞുകൊണ്ട് പറയാണ്, ഏട്ടാ ഞാൻ ഏട്ടൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് കടമ ചെയ്തത് അത് വലിയൊരു കാര്യമൊന്നുമല്ല ഏട്ടാ. ഏട്ടൻ കുട്ടിക്കാലം തൊട്ടേ എനിക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ കടമൊക്കെ ഞാൻ എപ്പോഴാണ് വീട്ടിൽ തീർക്കാമെന്ന് എനിക്ക് അറിയില്ല ഏട്ടാ എന്ന് പറഞ്ഞിട്ട് അവർ കരയുമ്പോൾ മഹേന്ദ്രൻ അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഏയ് ജാനകി, നീ എനിക്ക് സഹോദരിയായിട്ട് ജനിച്ചത് തന്നെ ഏറ്റവും വലിയ പുണ്യമാണ് മോളെ. അതിനേക്കാൾ ഉപരി നീ എനിക്ക് മറ്റൊന്നും ചെയ്തു തരേണ്ടതായിട്ടില്ല. നിന്റെ ഏട്ടനായിട്ട് ജനിക്കാൻ ഭാഗ്യം കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അവർ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ചെറിയൊരു കുശുമ്പോടെയും സന്തോഷത്തോടെയും. അപ്പോൾ പൂജാരി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. ആ സമയത്ത് ആരതി അവളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ പറയുന്നുണ്ട്, ശരി, പെണ്ണിന് വേണ്ടുന്ന കടമകളൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി പയ്യന് വേണ്ടുന്ന കടമയൊന്നും ആരും ചെയ്യുന്നതായിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ജാനകി, ഏയ് എന്താ ആരതി എന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്രികയും പറയാണ്, തുടങ്ങി. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, പയ്യന് വേണ്ടിയിട്ടതല്ലേ, അതൊക്കെ ഞങ്ങൾ ചെയ്തു തീർക്കാവുന്നതാണ്. ആഹാ കൊള്ളാലോ. ആരതി പറഞ്ഞപ്പോഴേക്കും സിദ്ധു പറയുന്നുണ്ട്, മാമ ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, അവൾ എന്തൊക്കെയോ വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്നതാണ്. അത് കേട്ടിട്ട് ആരതി പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും വീണ്ടും ആ ഒരു പഴയ സന്തോഷ മൂഡിലാണുള്ളത്. അതേസമയം മേഘയാണെങ്കിൽ പുറത്തേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ ചോറ് കഴിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ചോറിന് പ്രത്യേകിച്ച് കറിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരിങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഈ ചോറ് ഞാനിപ്പോൾ തനിയെ എങ്ങനെയാണ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് മനോഹരൻ അങ്ങോട്ടേക്ക് വരുന്നത്. മനോഹരനെ കണ്ട സമയത്ത് ഉപ്പിലിട്ട മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ എടുത്തുകൊണ്ട് വരാമെന്ന്. പക്ഷേ മനോഹരൻ എടുത്തുകൊണ്ട് വന്ന സമയത്ത് ആ ഒരു ഉപ്പിലിട്ട ഭരണിയിൽ തീരെ മാങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മനോഹരനെ വഴക്ക് പറയാണ്, ഇത്രയേറെ ഇന്നലെ വാങ്ങിച്ചതല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്കും ഇത് ഇത്രയും തീർത്തോ എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാനല്ല എടുത്തത്, നീ തിന്നാതെ പിന്നെ ഇത് തനിയെന്നെ തീരുമോ എന്നൊക്കെ മുത്തശ്ശി പറയുന്ന സമയത്ത് മേഘ ഇങ്ങനെ ചമ്മിക്കൊണ്ടെന്ന പോലെ നിൽക്കുകയാണ്. പക്ഷെ അവളെ ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. മേഘ മുത്തശ്ശി മനോഹരനെ വഴക്ക് പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട്. അവസാനം മേഘ ഏറ്റു പറയാണ്, ഞാനാണത് കഴിച്ചു തീർത്തത് മുത്തശ്ശി. നീ കഴിച്ചു എന്നോ? അല്ല മേഘ, 2 ദിവസം കൊണ്ട് ഇത്രയധികം അച്ചാർ നീ എങ്ങനെ തിന്നു തീർത്തത്? അപ്പോൾ മേഘ തലതാഴ്ത്തിക്കൊണ്ട് പറയാണ്, പുളിയുള്ള എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കഴിച്ചത്.
അപ്പോൾ മനോഹരൻ അയാളുടെ കോമഡി രീതിയിൽ പറയുന്നുണ്ട്, മേഘ ഇത്രയേറെ മാങ്ങ അച്ചാർ എടുത്തിട്ട് ഒന്നിച്ച് കഴിക്കല്ലേ, അങ്ങനെയാവുമ്പോൾ നിന്റെ വയറ്റിൽ കുഞ്ഞല്ല വളരുക, മാങ്ങയുടെ മരാണ് വളരുക. മേഘ ദേഷ്യത്തോടെ മനോഹരനെ നോക്കിയപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിന്റെ നല്ലതിന് വേണ്ടിയാ മോളെ പറയുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അച്ചാറ് കൂട്ടിയിട്ടെങ്കിലും ചോറ് തിന്നാന്ന് കരുതിയതാ, വന്നിപ്പോൾ ഇനി അതിനും പറ്റില്ലല്ലോ. അപ്പോൾ അത് മേഘയ്ക്കുള്ളൊരു കുത്തായിരുന്നു. അയ്യോ മുത്തശ്ശി, എന്തിനാ മുത്തശ്ശി ഇങ്ങനെ പെറുപെറുക്കുന്നത്? ഞാൻ വരുമ്പോൾ അച്ചാർ വാങ്ങിയിട്ട് വരാം, മതിയോ? മുത്തശ്ശി പിന്നീട് കൂടുതലൊന്നും പറയുന്നില്ല. അവർ തമ്മിലുള്ള ആ ഒരു അടിയൊക്കെ നോക്കി നിൽക്കുകയാണ് മനോഹരൻ. പെട്ടെന്നാണ് അയാൾക്ക് ഓർമ്മ വന്നത്, മേഘ നിനക്കൊരു കാര്യം അറിയോ മേഘ? എന്താ മാമ? ഇന്ന് മഹേന്ദ്രൻ്റെ വീട്ടിൽ ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കാപ്പ് കെട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ മേഘ ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. നീ ഇവിടെ നിന്ന് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സിദ്ധു ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ മഹേന്ദ്രനാണെങ്കിൽ അവിടെ ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരൻ പറഞ്ഞത് കേട്ടിട്ട് മേഘ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷെ മുത്തശ്ശിക്കാണെങ്കിൽ മനോഹരനോട് ദേഷ്യം വരുന്നുണ്ട്. ഇവൻ എന്തിനാ ഇപ്പം ഇതൊക്കെ മേഘയ്ക്ക് മുന്നിൽ വെച്ച് പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് മേഘയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഓ, ഞാൻ ഇത്രയധികം പറഞ്ഞിട്ടും അവർ അവിടെ സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണത്തിന് വേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്യുകയാണല്ലേ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് മേഘ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പം മുത്തശ്ശി പിന്നീന്ന് പറയുന്നുണ്ട്, മേഘ അങ്ങോട്ട് പോവല്ലേ മോളെ. പിന്നെ അല്ലാതെ മുത്തശ്ശി, എന്നെ ഗർഭിണിയാക്കിയിട്ട് അവൻ ചന്ദ്രികയെ കല്യാണം കഴിക്കാൻ പോവാണോ? ഇന്ന് ഞാൻ അവനോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവൻ തന്നെ ഇങ്ങോട്ട് പറയും എനിക്ക് ഈ കല്യാണം വേണ്ട എന്ന്. നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് മേഘ അവിടുന്ന് പോകുന്നത് കേട്ടപ്പോൾ മുത്തശ്ശി മനോഹരൻ പരസ്പരം അന്താളിച്ച് മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.